നമുക്കറിയുന്ന പോലെ രാജ്ഭവൻ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഡോക്ടർ ഹെഗ്ഡേവാറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെയും ഫോട്ടോ കൂടി ചേർത്തിരിക്കുകയാണ്. ഗാന്ധിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇനി അവിടെ എപ്പോഴാണ് ഗോഡ്സെയുടെ ഫോട്ടോ വെക്കുന്നത് എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരൂ. കാരണം RSSൻ്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിയെക്കാളും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ നായകൻ ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറുമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ആ ഫോട്ടോ കൂടി വരുമെന്ന് പറയാൻ സാധിക്കും. ഒരു ഭാഗത്ത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതാംബയുടെ പ്രശ്നം RSSൻ്റെ ചിഹ്നവും എല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ അവിടെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം, ഇപ്പോഴും ധനകാര്യ വിദഗ്ധൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അറിയുന്നത് പോലെ ട്രംപിൻ്റെ ഭാഗമായിട്ടുള്ള ചുങ്കം, ആ ചുങ്കത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല, അതാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. ആ ചുങ്കം ചുമത്തിയത് കേരളത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ആഗോളവൽക്കരണ നിലപാടിനും വർഗീയവൽക്കരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന രാജ്ഭവൻ മാറുന്നു എന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്ന, മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.